മകരവിളക്ക് ദർശനമായിരുന്നു ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമലയിലെ. അപ്പോൾ പുല്ലുമേട്ടിലും പാഞ്ചാലിമേട്ടിലും പരുന്തുംപാറയിലും മകരവിളക്ക് ദർശിച്ചത് ആയിരങ്ങളാണ്. അതെ, കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് വ്യത്യസ്തമായി കാലാവസ്ഥ അനുകൂലമായതിനാൽ എല്ലാവർക്കും മകരവിളക്ക് ദർശിക്കാൻ കഴിഞ്ഞു. പുല്ലുമേട്, പരുന്തുംപാറ, പാഞ്ചാലിമേട് എന്നിവിടങ്ങളിലായി 10,000-ലധികം തീർത്ഥാടകരാണ് മകരജ്യോതി ദർശിച്ചത്. പുല്ലുമേട് മാത്രം 6,525 പേർ മകരജ്യോതി ദർശനത്തിനെത്തി. സന്നിധാനം, സത്രം, വള്ളക്കടവ് എന്നീ വഴികളിലൂടെയാണ് പുല്ലുമേട്ടിലേക്ക് തീർത്ഥാടകരെത്തിയത്. മണിക്കൂറുകളോളം മകരജ്യോതി ദർശനത്തിനായി കാത്തിരുന്നു. ശരണം വിളിച്ചും കർപ്പൂരം കത്തിച്ചും മകരജ്യോതിയെ വരവേറ്റു. நல்ல தரிசனம், அருமையான தரிசனம் சாமி. ஆமா, நல்லா இருந்துச்சு. கடவுள் பார்த்தோம். சாமி சரணம். சாமி இது முன்னே போன வருஷம் பார்த்தேன் சாமி. இந்த வருஷம் கண்ணுக்கு குளிச்சு ஐயப்பனோட ஜோதியை மனசார சூப்பரா பார்த்தோம். சுவாமியே சரணம் ஐயப்பா, സ്വാമിയെ ശരണം. മകരജ്യോതി അരുമയാണ് ദർശനം അയ്യപ്പ. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇടുക്കിയിൽ മകരജ്യോതി ദർശനം സാധ്യമായ 3 സ്ഥലങ്ങളിലും ഒരുക്കിയിരുന്നത്. സുരക്ഷയ്ക്കായി മാത്രം 1200 പോലീസുകാരെ വിന്യസിച്ചിരുന്നു. എറണാകുളം റേഞ്ച് DIG, ഇടുക്കി SP, ജില്ലാ കളക്ടർ എന്നിവർ പുല്ലുമേട്ടിൽ നേരിട്ടെത്തി ക്രമീകരണങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു. സുഗമമായി മകരജ്യോതി ദർശിച്ച് ആയിരങ്ങളാണ് പുല്ലുമേട്ടിൽ നിന്ന് മലയിറങ്ങിയത്. രാത്രിയിൽ കാനനപാതയിലൂടെ സന്നിധാനത്തേക്ക് യാത്ര അനുവദിച്ചില്ല. അടുത്ത തവണയും മകരജ്യോതി സുഗമമായി ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടാകണമെന്നാണ് ഓരോ തീർത്ഥാടകരും ആഗ്രഹിച്ചത്. മുഹമ്മദ് ഏലപ്പാറയ്ക്കൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.